നെഞ്ചിനെ കൊണ്ട് അവനാണ് പട്ടാളക്കാരൻ, അവനാണ് ഉന്നതൻ. ഓ തലയിലും അവിടെ ഇവിടെ തോളിലും അവിടെ ഇവിടെ കൊണ്ട് എത്തുന്നു പറഞ്ഞാൽ അത് അങ്ങേരും അല്ല. ഭയമുള്ളവനാണ്. അതെ, അവൻ ഭയമുള്ളവനാണ്. സംഭവിച്ചു പിടിയേറ്റ് മരിച്ചു. അത് അങ്ങേരമല്ല കേന്ദ്ര സർക്കാർ. നേരിക്ക് നെഞ്ചിന് നമുക്ക് പോയി തലമുടി വെട്ടാണോ? അല്ല, തലമുടി വെട്ടാൻ ഞാൻ തലമുടി വെട്ടിക്കട്ടാ. പറഞ്ഞാല് അടുത്ത ഞായറാഴ്ച ഇവിടുത്തെ കടയിൽ പോയി വെട്ടാം. അല്ലല്ല, അടുത്ത ഞായറാഴ്ച തന്നെ ഞാനൊരു 10 മണിക്ക് 1-2 അമ്പലങ്ങളിലേക്ക് പോണം. അത് കാണാത്ത വേഷം പോലെയാണ് കേട്ടാ. തലമുടിയൊക്കെ വെട്ടി. അതല്ല പറഞ്ഞ കേട്ടോ, ഞാൻ ഒരു ജാതിയിൽ വേറെ സമുദായക്കാരനാണ്. ഒരു പ്രായത്തിലെ ഞാൻ വിവാഹ ജീവിതമല്ല. ഈശ്വരദാനവും ധർമ്മമാണ് കേട്ടാ. ഒരുപാട് പേർക്ക് ഞാൻ കർമ്മങ്ങൾ പറഞ്ഞോട് 24 പേർക്ക് കൊടുത്ത് അതിൽ 4 പേരുണ്ട്, 20 പേരും ചത്തു. പണം കണ്ട് ആർത്തി പിടിച്ചപ്പോ അവനെ തന്നെ മതി പറഞ്ഞു. പണം കണ്ട് ആർത്തിയായപ്പോ അവനെ തന്നെ മറന്നു. ലാസ്റ്റിൽ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നീ അമൃതും വിഷമാണ്, നീ അത് പണം കണ്ടപ്പോ മാറും വിദ്യ. നീ ഇപ്പൊ എനിക്ക് ചോറ് തരാന്ന് പറഞ്ഞു. അവിടെ പോയി കാശൊന്നും തരാന്ന് പറഞ്ഞു. വണ്ടി കയറ്റി അയക്കാന്നില്ല, അത് നീ മുങ്ങിപ്പിച്ചരുന്നു. എന്താ അങ്ങനെയുള്ള നിന്ന കഴുകം മൂട് പറിക്കാൻ നോക്കിയാ എന്നെ വിടുവോ? എങ്ങനെയാണ് കേട്ടില്ല. ഇടാ, നീ എനിക്ക് ചോറ് തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഞ്ഞിന് സമയം കഴിഞ്ഞു, വേണ്ട, കാലിൽ പോയി കാശെടുത്ത് തരാന്ന് പറഞ്ഞു. 3 നീ പറഞ്ഞു ഇവിടെ മുടി വെട്ടിക്കാന്ന് പറഞ്ഞു. അതിൽ അപ്പൊ അങ്ങനെയുള്ള നിന്നെ ഞാൻ നിന്നെ അങ്ങോട്ട് പറിച്ചാൽ ഗുരുവൻ വിടുവോ? അമ്പലത്തിലൊന്നും ഇല്ല ഹിന്ദുക്കൾ ആചാര്യ ദൈവങ്ങള്, നീ പറയാൻ കണക്കില്ല. നമുക്ക് അന്തി ഇറങ്ങാൻ ഒരു വീടുണ്ട്, ഉണ്ടാ? ലോകം അത്രയും നമ്മൾ ജോലിക്ക് പോവില്ലേ? അവര് മണിയടി തിന്നിട്ട് അവര് ജോലിക്ക് ഇറങ്ങി പോവുകയാണ്. അമ്പലത്തിനകത്ത് അങ്ങനെ അടച്ചുകൂട്ടി നമ്മൾ ഇരിക്കുകയല്ല. കാര്യം മനസ്സിലായോ? മനസ്സിലായി. നമ്മൾ ഇരിക്കും അമ്പലത്തിൽ ദേവനും അവിടെ അമ്പലം പൂട്ടി പോറ്റിയും പോയി. അയാൾ പിന്നെ അങ്ങ് തിരണ്ട കുഞ്ഞി ഇരിക്കണമെന്നാണ് ലോകപ്രചരണം. അവരെ പാട് നോക്കിയപ്പോ ഇറങ്ങി പോകും. ഞാൻ ജോലി കഴിഞ്ഞ് എന്റെ പെണ്ണ് വീട്ടിൽ കണ്ടാ പോരെ? പിന്നെ എന്ന് പറയണത് നീ അമ്പലം ഞാൻ അവിടെ കാണും. ഉദാഹരണമാണത്. ഇതേ നീ 6 മണിക്ക് ജോലിയും കഴിഞ്ഞ് വീട്ടിൽ പോകാൻ എന്റെ പെണ്ണും മക്കളോട് കാണണമെന്നല്ലേ ഉള്ളു. നീ ഇവിടെ പോയി ഞാൻ ജോലിക്ക് പോകും, നീ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് നീ ചോദിക്കോ? പോലീസ് കണ്ട് ശക്തിയ കാര്യം വെള്ളമല്ല. കുടിക്കണ വെള്ളം കുടിക്കണം. എന്നാ ചോറ് വേണോ? ഒന്നുകൂടെ വേണ്ട, നീ പോയിട്ട് വാ. അതാ വന്നേ ഞാൻ ഇതാ വന്നെ. വെള്ളം വാങ്ങിച്ച് ഇത് വാങ്ങിച്ചിട്ട് വരാം. നിനക്കൊരു 3 കാര്യം കൂടെ തരും. തള്ളിക്കളയാനല്ല. തള്ളിക്കളയിലുണ്ടാ? ഞാൻ ഒരു പറഞ്ഞ തള്ളിക്കളയില്ല. ഞാൻ ഒരു സാധാ മനുഷ്യൻ പറഞ്ഞാലും തള്ളിക്കളയിലുണ്ട. ഒരു വാക്കുകളും വിലയുള്ളതാണ്. വിലയുള്ള അതാണ് സ്വീകരിക്കണ്ട. ഞാൻ തെരുവിലിരിക്കുന്നെന്നും പറഞ്ഞ് ഒരാൾ പറയണേ ഞാൻ തള്ളിക്കളയിലുണ്ട. അല്ല, എല്ലാത്തിനും ഞാൻ വില മതിക്കും. നാരായണത്തിൽ ഭ്രാന്തൻ പറഞ്ഞ സെറ്റർ നിനക്ക് അറിഞ്ഞൂടല്ലേ എന്ന് പറയുന്നത്. എന്നെ നാരായണത്തിൽ ഭ്രാന്തൻ പറഞ്ഞ പോലെ കരുതി, പക്ഷെ തള്ളരുത്. തള്ളൂലെണ്ണ, ഒരിക്കലും തള്ളൂല. ഇതാ വന്നെ ഞാൻ വെള്ളം മേടിച്ചോണ്ടിരിക്കാം. ഇതാ വന്നെ.